Hi everyone, myself Ansar CK. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ മൈക്കോളജിയുടെ ഒരുപാട് തിയറി ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ അത് അസസ് ചെയ്യുക എന്ന് പറയുന്നതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി നമ്മൾ തിയറി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു പുതിയൊരു റാങ്ക് ബൂസ്റ്റർ പാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ മൈക്കോളജിയുടെ കുറച്ച് സെഷൻസുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്കോളജി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു മൈക്കോളജി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു ജനറൽ മൈക്കോളജിയിലെ ഒരു ഫംഗസിന്റെ ഒരു ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള ഒരു ഫസ്റ്റ് സെഷനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഫോർ ദ ജനറൽ മൈക്കോളജി. ഓക്കെ, ദാറ്റ് ഈസ് ദ മൈക്കോളജി ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫംഗി? ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫംഗി എന്നാണ് ചോദിച്ചത്. ഫംഗിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ, ഓപ്ഷൻ ബി ആബ്സൻസ് ഓഫ് മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ സി പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ, ആൻഡ് ഓപ്ഷൻ ഡി ഡിവിഷൻ സോൾഡ് ബൈ ദ ബൈനറി ഫിഷൻ. ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫംഗൽ ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗലിന്റെ സെൽ വാൾ സ്ട്രക്ചറും ഫംഗലിന്റെ സ്ട്രക്ചർ അതിന്റെ ഒരു സെൽ കമ്പോണൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സെൽ വാൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന കമ്പോണൻസ് പ്രസന്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എന്താണ്? പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ, ആബ്സെൻസ് ഓഫ് മൈറ്റോകോൺട്രിയ, പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ, ഡിവിഷൻ സോൾഡ് ബൈ ബൈനറി ഫിഷൻ. So option C is the right answer, presence of rigid cell wall composed of chitin. Okay, fungi are characterized by the rigid cell wall which is composed of chitin, beta glucan and other polysaccharides. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അതിന്റെ സെൽ സ്ട്രക്ചർ ഒക്കെ. അപ്പൊ ഇനി വീണ്ടും അത് വരച്ച് പറഞ്ഞ് കാണിച്ചു തരുന്നില്ല. നമ്മൾ ഓൾറെഡി അതിന്റെ ഡയഗ്രം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, റിജിഡ് സെൽ വാൾ കമ്പോസ്ഡ് ഓഫ് chitin. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the primary lipid found in the cell membrane of fungi? ഏതാണ് സെൽ മെംബ്രെയിനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ലിപ്പിഡ് പാർട്ടിക്കിൾ, ലിപ്പിഡ് കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കൊളസ്ട്രോൾ, ഓപ്ഷൻ ബി എർഗോസ്റ്റിറോൾ, ഓപ്ഷൻ സി ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി സ്ഫിംഗോലിപ്പിഡ്സ്. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ തൊട്ട് മുമ്പേ കൂടി പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, എർഗോസ്റ്റിറോൾ. കാരണം എന്താണ്, നമ്മൾ ഫംഗസിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു കമ്പോണന്റ് ഉണ്ട്, ദാറ്റ് ഈസ് എർഗോസ്റ്റിറോൾ. ഫംഗസിന് മാത്രം കാണുന്ന ഒരു സ്റ്റിറോൾ കോമ്പൗണ്ട് ആണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ എവിടെയാണ് കാണുന്നത്? ആനിമൽ സെല്ലിലാണ് കാണുന്നത്. ബാക്ടീരിയയിൽ കൊളസ്ട്രോളും എർഗോസ്റ്റിറോൾ ഒന്നും പ്രസന്റ് അല്ല. സ്റ്റിറോൾസ് ആർ ആബ്സെന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ ഓഫ് ബാക്ടീരിയ. എർഗോസ്റ്റിറോൾ ദ സ്റ്റിറോൾ കോമ്പൗണ്ട്സ് പ്രസന്റ് ഇൻ ദ ഫംഗൈ ആൻഡ് കൊളസ്ട്രോൾ ഇസ് ദ സ്റ്റിറോൾ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ദ ആനിമൽ സെൽ. ആൻഡ് എന്താണ്, മൈക്കോപ്ലാസ്മയുടെ കേസിൽ എന്താണ്, കൊളസ്ട്രോൾ സ്റ്റിറോൾസ് പ്രസന്റ് ആണ്. ഓക്കെ, ബാക്ടീരിയ എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മയാണ് എന്ത്, ആബ്സെന്റ് ഓഫ് സ്റ്റിറോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. എർഗോസ്റ്റിറോൾ ആണെന്ന് ഫംഗസിന്റെ കേസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു മോൾഡ്സ് പ്രൈമർലി റീപ്രൊഡ്യൂസ്? മോൾഡ്സ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് എന്താണ്, ഒരു മൈസീലിയൽ ഫോംസ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബഡിങ്, ഓപ്ഷൻ ബി ബൈനറി ഫിഷൻ, ഓപ്ഷൻ സി മൈറ്റോസിസ്, ഓപ്ഷൻ ഡി ബൈ പ്രൊഡ്യൂസിങ് സ്പോർസ്. നമുക്കറിയാം, ഒരു ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ലൈക്ക് സെൽസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, ബഡിങ് വഴിയാണ് എന്താ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ തിരിച്ചൊരു മോൾഡ് ഫോം ആണെങ്കിൽ എങ്ങനെയാണ്, ദേ ആർ റീപ്രൊഡ്യൂസിങ് ബൈ പ്രൊഡ്യൂസിങ് ദ സ്പോർസ്. ഏതൊക്കെ തരത്തിലുള്ള സ്പോർസുകളുണ്ട്? അസെക്ഷൽ സ്പോർസ് ഉണ്ട്, സെക്ഷൽ സ്പോർസ് ഉണ്ട്.
ഒരുപാട് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസിഡിയോസ്പോർ, ഒരുപാട് ആസ്കോസ്പോർ, ഒരുപാട് സ്പോറുകൾ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അസെക്ഷൽ സ്പോറിന്റെ എക്സാമ്പിൾ, ഏതൊക്കെയാണ് സെക്ഷൽ സ്പോറിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ടേബിൾ വരച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇവിടെ എന്താണ് മോൾഡ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ബൈ പ്രൊഡ്യൂസിങ് സ്പോർസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the organelles do fungi possess? ഫംഗിയിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു ഓർഗനൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ന്യൂക്ലിയോയിഡ്, ഓപ്ഷൻ ബി ഗോൾഗി അപ്പാരറ്റസ്, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ ആൻഡ് ഓപ്ഷൻ ഡി സെൻട്രിയോൾസ്. ന്യൂക്ലിയോയിഡ് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ന്യൂക്ലിയോയിഡ് പ്രസന്റ് ഇൻ ദ ബാക്ടീരിയൽ സെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് ഫംഗി ബീയിങ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം. ഫംഗി എന്താണ്? ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസം. പൊസസ് ഓൾ യൂക്കാരിയോട്ടിക് സെൽ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ പ്രസന്റ് ആയിരിക്കുന്ന ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ് എന്ത് ഫംഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ന്യൂക്ലിയോയിഡ് എവിടെയാണ്? ബാക്ടീരിയൽ സെല്ലിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈറ്റോകോൺട്രിയ ഈസ് ദ റൈറ്റ് ആൻസർ. മൈറ്റോകോൺട്രിയ ഫംഗൽ സെല്ലിൽ പ്രസന്റ് ആണ്. Next question. What is the Greek root word for fungus? ഫംഗസിന്റെ ഗ്രീക്ക് റൂട്ട് വേർഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫംഗസിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത്? മൈക്കോളജി. എന്താണ് ഫംഗൽ ഇൻഫെക്ഷന് പറയുന്ന പേര്? മൈക്കോസിസ്. അപ്പൊ എന്താണ് മൈക്കോസ് എന്നുള്ളതാണ് ഗ്രീക്ക് റൂട്ട് വേർഡ് ഓഫ് ഫംഗസ് എന്ന് പറയുന്നത്. മൈക്കസ്. മൈക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസ്. ഓക്കെ, ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് മൈക്കോസ്, ഫോട്ടോസ്, സൂസ്, ഗ്ലൂക്കോസ് ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്താ പറയുക? ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. മൈക്കോസ് ഇസ് ദ റൈറ്റ് ആൻസർ. ദ നെയിം ഫംഗസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്കോസ്, ദാറ്റ് മീനിങ് ദ മഷ്റൂം വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് എഡിബിൾ ഫംഗസ്. ഓക്കെ, മൈക്കോസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഇത് മൈക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മൈക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മഷ്റൂം എന്നാണ് അർത്ഥം. ഓക്കെ, next question. Which of the following, which of the group of fungi reproduce primarily through the process of budding? Budding വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗൈ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബഡ്ഡിങ് എവിടെയാണ് കാണുക? ഈസ്റ്റ് സെൽസ് ആൻഡ് ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസത്തിലാണെന്ന് ബഡ്ഡിങ് സെൽസ് കാണുന്നത്. മോൾഡുകളാണെങ്കിൽ മെയിൻ ആയിട്ട് എങ്ങനെയാണ്? സ്പോറിലേഷൻ വഴിയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ്റ്റ് ലൈക്ക്, ഓപ്ഷൻ ബി മോൾഡ്സ്, ഓപ്ഷൻ സി ഈസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. East like and east. Okay, so answer is option D. Both A and C is the right answer. Yeast fungi reproduce by budding, where the cells were the protuberance that enlarges and eventually separate from the parent cells. That is എന്താണ്? അതാണ് എന്ത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അതാണ് ഒരു സെല്ലിൽ നിന്നും മറ്റൊരു വലിയൊരു സെല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുക ചെയ്യുക. ബഡ്ഡിങ് പോലെ എന്താണ്? ചെറിയ മൊട്ട് വരുന്ന പോലെ അങ്ങനെ ബഡ്ഡിങ് ഫോം ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. അത് കാണിക്കുന്നത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ലൈക്ക് സെൽസിലാണെന്ത് ബഡ്ഡിങ് കാണിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി is the right answer, both A and C. Next one, in yeast-like fungi such as Candida, what structure forms chains of elongated cells? Candidയിൽ കാണുന്ന ഒരു elongated cell structure ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹൈഫെ, ഓപ്ഷൻ ബി സ്യൂഡോ ഹൈഫെ, ഓപ്ഷൻ സി ഏരിയൽ മൈസീലിയം ആൻഡ് ഓപ്ഷൻ ഡി വെജിറ്റേറ്റീവ് മൈസീലിയം. ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. കാൻഡിഡ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്യൂഡോ ഹൈഫെ ഈസ് ദ കീ ഫീച്ചർ ഓഫ് കാൻഡിഡ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു കാൻഡിഡയുടെ ഒരു ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസത്തിന്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? സ്യൂഡോ ഹൈഫെ എന്ന് പറയുന്നത്. നമ്മൾ ഫീനോടൈപ്പിക് സ്വിച്ചിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ഫീനോടൈപ്പിക് സ്വിച്ചിങ് എന്നുള്ളത് ഒന്നുകൂടെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ഹൈഫെ, ഓപ്ഷൻ ബി സ്യൂഡോ ഹൈഫെ ആൻഡ് ഓപ്ഷൻ സി ഏരിയൽ മൈസീലിയം ആൻഡ് ഓപ്ഷൻ ഡി വെജിറ്റേറ്റീവ് മൈസീലിയം. Okay, so answer is option B, pseudohyphae is the right answer. The yeast-like fungi such as Candida form chain of elongated cells known as pseudohyphae. Pseudohyphae എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? എങ്ങനെയായിരുന്നു pseudohyphae ഫോം ചെയ്തിരുന്നത്? Sorry. സ്യൂഡോഹൈഫ എങ്ങനെയായിരുന്നു? ഒരു ഈസ്റ്റ് സെല്ലാണെന്ന് വിചാരിക്കും. ഇതൊരു ഈസ്റ്റ് സെല്ലാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു ബഡ്ഡിങ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്തൊരു സെല്ല് ഉണ്ടാവുന്നു. ആ സെല്ല് എലോങ്ങേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നു. അടുത്തൊരു സെല്ല് വരുന്നു, എലോങ്ങേറ്റ് ചെയ്ത് വരുന്നു. ഇങ്ങനെ ഓരോ എലോങ്ങേറ്റഡ് സെൽസുകൾ ഇങ്ങനെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണെന്ത്? സ്യൂഡോഹൈഫ എന്ന് പറഞ്ഞിരുന്നത്.
ഓക്കെ, സ്യൂഡോ ഹൈഫയും ട്രൂ ഹൈഫയും തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അവിടെ എന്താണ് കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല, ഇവിടെ എന്താണ് ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക, സിലിണ്ടറിക്കലും പാരലൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് കാൻഡിഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുടെ കീ ഫീച്ചർ ആണ് എന്ത് സ്യൂഡോ ഹൈഫ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇഫ് ഇറ്റ് ഈസ് എന്താണ് ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസം ചിലപ്പോൾ ചോദിക്കും. അപ്പോഴെന്താണ് സ്യൂഡോ ഹൈഫയാണ് അവിടുത്തെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. Next one, which type of the fungi grow as long branching filaments called hyphae? ഏത് ഫംഗയിലാണ് ലോങ് ബ്രാഞ്ചിങ് ഫിലമെന്റ് called hyphae ഫോം ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ഈസ്റ്റ്, ഓപ്ഷൻ ബി ഈസ്റ്റ് ലൈക്ക്, ഓപ്ഷൻ സി മോൾഡ് ആൻഡ് ഓപ്ഷൻ ഡി ഡൈമോർഫിക് ഫംഗി. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മോൾഡ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ഈസ്റ്റിൽ എന്താണ് അവിടെ എന്താണ് ഒരു ഓവൽ സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഈസ്റ്റ് ലൈക്കിലും അങ്ങനെ അതുപോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. മോൾഡിലാണെങ്കിൽ എന്താണ് അവിടെ മൈസീലിയം അല്ലെങ്കിൽ ഹൈഫെ ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഡൈമോർഫി ഫംഗി ആണെങ്കിൽ അവിടെ എന്താണ് ഹൈഫെ ഫോം ചെയ്യുന്നുണ്ട്, മൈസീലിയൽ ഫോം ഉണ്ട്, ബട്ട് എന്താണ് അവിടെ ഒരു ഈസ്റ്റ് ഫോംസ് ഉണ്ട്. സോ എന്താണ് ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത്, മോസ്റ്റ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോൾഡ് ആണ്. Okay, mold grow as the long branching filaments of hyphae which can be septate or non-septate. ഏതൊക്കെ തരത്തിലുള്ള ഹൈഫെ ഉണ്ട് നമ്മൾ പറയണ്ടേ? സെപ്റ്റേറ്റ് ഹൈഫെ ഉണ്ട്, നോൺ സെപ്റ്റേറ്റ് ഹൈഫെ ഉണ്ട്. എന്താണ് സെപ്റ്റേറ്റ് ഹൈഫെ ഉണ്ട്, നോൺ സെപ്റ്റേറ്റ് ഹൈഫെ ഉണ്ട്, സീനോസൈറ്റിക് ഹൈഫെ ഉണ്ട്, സീനോസൈറ്റിക് മൈസീലിയം ഉണ്ട്, മൾട്ടിന്യൂക്ലിയർ മൈസീലിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് ഹൈഫെ ഫോം ചെയ്യുന്നത് ആരാണ്? മോൾഡ് ആണ്. ഓക്കെ, what is the part of the mycelium that projects above the surface of culture media? ചോദിച്ചത് ഇതൊരു കൾച്ചർ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു കൾച്ചർ മീഡിയം. ഇതിന്റെ മുകളിലേക്ക് വരുന്നത് ആരാന്നാ ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ മുകളിലേക്ക് വരുന്ന മൈസീലിയൽ പാർട്ട് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു പിക്ചർ ഉണ്ടായിരുന്നത് ഓർമ്മയില്ലേ? അതൊരു കൾച്ചർ മീഡിയന്റെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണത് ഏരിയൽ മൈസീലിയം. അതിൽ സബ്മേർജ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എറേസ് ചെയ്ത് വന്നിട്ടുള്ള മൈസീലിയൽ പാർട്ടാണെന്നുണ്ടെങ്കിൽ അത് ഏരിയൽ മൈസീലിയം. അതിൽ സബ്മേർജ് ചെയ്തിട്ടുള്ള മൈസീലിയം ആണെന്നുണ്ടെങ്കിൽ എന്താണ് വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറയും. ഓക്കെ, ഇവിടെ അപ്പൊ എന്താണ് ഓപ്ഷൻ എ ഏരിയൽ മൈസീലിയം, ഓപ്ഷൻ ബി വെജിറ്റേറ്റീവ് മൈസീലിയം, ഓപ്ഷൻ സി ഹൈഫെ ആൻഡ് ഓപ്ഷൻ ഡി സ്യൂഡോ ഹൈഫെ. സോ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഏരിയൽ മൈസീലിയം. ഏരിയൽ മൈസീലിയം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് പ്രൊജക്ട്സ് അബവ് ദി സർഫസ് ഓഫ് കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയയുടെ മുകളിലേക്ക് വരുന്ന മൈസീലിയത്തിന് പറയുന്ന പേരാണ് ഏരിയൽ മൈസീലിയം എന്ന് പറയുന്നത്. അതിന്റെ വേർഡിൽ തന്നെ മീനിങ് ഉണ്ട്. ഏരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈസ് ചെയ്ത് വരുന്നത്. ഓക്കെ, which group of fungi can exist as both molds and yeast depending on the temperature? ടെമ്പറേച്ചറിന്റെ ബേസിസിൽ ബോത്ത് മോൾഡ് ആയിട്ടും ഈസ്റ്റ് ആയിട്ടും കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഫംഗി ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഈസ്റ്റ് ലൈക്ക് ഫംഗി, ഓപ്ഷൻ ബി മോൾഡ്സ് ആൻഡ് ഓപ്ഷൻ സി ഡൈമോർഫിക് ഫംഗി ആൻഡ് ഓപ്ഷൻ ഡി ഈസ്റ്റ്. ഏതായിരിക്കും ആൻസർ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് രണ്ട് ഫോമിലും കാണുന്നത്? പറഞ്ഞാൽ ഡൈമോർഫിക് ഫംഗൈ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഡൈമോർഫിക് ഫംഗൈ ആണത്. ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചറിൽ റൂം ടെമ്പറേച്ചറിൽ എന്താണ് അത് മോൾഡ് ആയിട്ട് കാണും. 37 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് ഈസ്റ്റ് ഫോം ആയിട്ടും കാണപ്പെടും. അത്തരത്തിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഫംഗൈനെ പറയുന്ന പേരാണ് ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, the true molds reproduce by the formation of which type of spores? ഏത് ടൈപ്പ് ഓഫ് സ്പോർസിലാണ് മോൾഡ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓൺലി അസെക്ഷൽ സ്പോർസ്, ഓപ്ഷൻ ബി ഓൺലി സെക്ഷൽ സ്പോർസ്, ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർസ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൺലി സ്യൂഡോ ഹൈഫെ. നമ്മൾ പറഞ്ഞു എന്താണ് മോൾഡ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോർലേഷൻ വഴിയാണ്, സ്പോർ ഫോർമുലേഷൻ വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സ്പോർട്സ് പ്രസന്റ് ആണ്? ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർട്സ് പ്രസന്റ് ആണ്. രണ്ടിന് എക്സാമ്പിൾസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് അസെക്ഷൽ സ്പോർട്സ് മാത്രം എന്ന് പറയുന്നുണ്ട്, സെക്ഷൽ സ്പോർട്സ് മാത്രം എന്ന് പറയുന്നുണ്ട്, ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർട്സ് എന്ന് പറയുന്നുണ്ട്, ആൻഡ് ഓൺലി സ്യൂഡോ ഹൈഫെ. സ്യൂഡോ ഹൈഫെ നമുക്ക് റിജക്ട് ചെയ്യാം. പിന്നെ എന്താണ് ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർട്സ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർട്സ് എന്താണ് മോൾഡ് എങ്ങനെയാണ് ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർട്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. Which fungal groups forms chains of elongated cells known as pseudohyphae? ഏത് സെൽസിലാണെന്ത് ഇലോങ്ങേറ്റഡ് സെൽസ് ആയിട്ടുള്ള സ്യൂഡോഹൈഫ കാണിക്കുന്നത്? ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു. കാൻഡിഡയെ പോലെയുള്ള ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസത്തിലാണെന്ത് സ്യൂഡോഹൈഫ കാണുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഈസ്റ്റ് ലൈക്ക് organisms such as Candida have the elongated cells called pseudohyphae. Pseudohyphae എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്താണ് ഓപ്ഷൻ ബി is the right answer. Yeast like organism is the right answer. Okay.
Next question, what is the characteristic temperature dependent behavior of dimorphic fungi? Dimorphic fungiയുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ബിഹേവിയർ ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഏതൊക്കെ ടെമ്പറേച്ചറിൽ ഏതൊക്കെ ഫോർമുല കാണാൻ ചോദിച്ചിട്ടുള്ളത്. Option A, they exist as yeast in environment and mold in human tissues. They exist as mold in environment and yeast in human tissues. Option C, they exist as yeast both in environment and human tissues. And option D, they exist as mold both in the environment and human tissues. ഇവിടെ ഏതാണ് ആൻസർ? നമ്മൾ കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, എൻവിറോൺമെന്റലി ആംബിയന്റ് ടെമ്പറേച്ചറിൽ മോൾഡായിട്ടും ഹ്യൂമൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂസിൽ 37 ഡിഗ്രി സെൽഷ്യസിൽ ഈസ്റ്റ് ഫോം ആയിട്ട് കാണുന്നതാണ് ആര്? ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത്. സോ ദ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡൈമോർഫിക് ഫംഗി എന്ന് പറഞ്ഞാൽ ദേ ആർ എക്സിസ്റ്റ് ഇൻ ദ എൻവിറോൺമെന്റൽ കണ്ടീഷനിൽ മോൾഡായിട്ടും ആൻഡ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഹ്യൂമൻസിൽ എന്താണത് ഈസ്റ്റ് സെൽസ് ആയിട്ട് കാണപ്പെടുന്നതാണ് ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. Next one, which part of the mycelium grows on the surface of the culture media? മീഡിയത്തിന്റെ സർഫസിലൂടെ ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്മേർജ് ചെയ്തിട്ട് വളരുന്ന മൈസീലിയം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഏരിയൽ മൈസീലിയം, ഓപ്ഷൻ ബി വെജിറ്റേറ്റീവ് മൈസീലിയം, ഓപ്ഷൻ സി ഹൈഫെ ആൻഡ് ഓപ്ഷൻ ഡി സ്യൂഡോ ഹൈഫെ. നമ്മൾ പറഞ്ഞ ഏരിയൽ മൈസീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് ദ സർഫസ് ഓഫ് കൾച്ചർ മീഡിയ ആണ്. ഇഫ് ഇറ്റ് ഈസ് സബ്മേർജ്ഡ് ഓർ സർഫസ് ഓഫ് കൾച്ചർ മീഡിയ ആണെങ്കിൽ എന്താണ്? വെജിറ്റേറ്റീവ് മൈസീലിയം ആണ്. ഇവിടെ അപ്പൊ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വെജിറ്റേറ്റീവ് മൈസീലിയം ഇസ് ദ റൈറ്റ് ആൻസർ. ദ മൈസീലിയം which is grown on the submerged on culture media is or the surface of culture media is called as vegetative mycelium. Okay, so option B is the right answer. Which of the following fungi is not a member of dimorphic fungi group? Dimorphic fungiയുടെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. അതിന് ഒരുപാട് നമ്മൾ ഒരു ഷോർട്ട് കോഡ് ന്യൂമോണിക് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാം ഓർത്ത് വെക്കുക. ഡൈമോർഫിക് ഫംഗി ഒരു പല സമയത്തായിട്ട് പല എക്സാമ്പിൾക്ക് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ അതിന്റെ കറക്റ്റ് എക്സാമ്പിൾസുകളൊക്കെ നോക്കി വെക്കുക. എന്താണ് BSc PhD എന്നൊക്കെ പറഞ്ഞൊരു ന്യൂമോണിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോൾ എന്താണ് ഇവിടെ? ഓപ്ഷൻ എ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം, ഓപ്ഷൻ ബി ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്, ഓപ്ഷൻ സി ബാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്, ഓപ്ഷൻ ഡി കോക്സിഡോയിഡ് സിമ്മൈറ്റിസ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആണ്. ഒരു ഈസ്റ്റ് ഫംഗസ് ആണ് എന്ത് ക്രിപ്റ്റോകോക്കസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഏതാണ് ഡൈമോർഫിക് ഫംഗിക്ക് എക്സാമ്പിൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഹിസ്റ്റോപ്ലാസ്മയും ബ്ലാസ്റ്റോമൈസിസും കോക്സിഡോയിഡ്സ് ഒക്കെ എന്താണ് ഡൈമോർഫിക് ഫംഗിക്ക് എക്സാമ്പിൾ ആണ്. ക്രിപ്റ്റോകോക്കസ് is not a dimorphic fungus. Okay, it is a yeast form. Next question, which process involves the production of spores for fungal reproduction? Fungal reproduction സ്പോർ ഫോം ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ബഡിങ്, ഓപ്ഷൻ ബി ബൈനറി ഫിഷൻ, ഓപ്ഷൻ സി മൈറ്റോസിസ് ആൻഡ് ഓപ്ഷൻ ഡി സ്പോറിലേഷൻ. എന്തിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. സ്പോറിലേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പോർസ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സ്പോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. What is the primary characteristics that distinguishes yeast-like fungi from true yeast? Yeast-like fungiയും true yeasറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? Option A, formation of pseudohyphae, presence of septa in hyphae and ability to form aerial mycelium, mode of reproduction. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. കാരണം നമ്മളെന്ത് പറഞ്ഞ ഈസ്റ്റ് ലൈക്ക് ഫംഗസിൽ എന്താണ് സ്യൂഡോ ഹൈഫ ഫോം ചെയ്യുന്നുണ്ട്. കാൻഡിഡ ലൈക്ക് ഓർഗാനിസത്തിൽ എന്താണ് അവിടെ സ്യൂഡോ ഹൈഫ ഫോം ചെയ്യുന്നുണ്ട്. ആ സ്യൂഡോ ഹൈഫ വെച്ചിട്ടാണ് അത് ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആണോ ഈസ്റ്റ് ട്രൂ ഈസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ദ ഫോർമേഷൻ ഓഫ് സ്യൂഡോ ഹൈഫ ഈസ് ദ ബെറ്റർ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ്. ഓക്കെ, which group of fungi lacks transverse walls in the hyphae and are multinucleated? അതായത് എന്താണ് അതിന്റെ മൈസീലിയത്തിൽ എന്താണ് ട്രാൻസ്വേഴ്സ് വാൾ ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഉണ്ട്. അതായത് ഒരു സെപ്റ്റേറ്റ് ഹൈഫ ആണ് അവർ ഉദ്ദേശിച്ചത്. അതെന്താണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഒരു സെപ്റ്റത്തിനുള്ളിൽ തന്നെ എന്താണ് മൾട്ടി ന്യൂക്ലിയസ്, ഒരുപാട് ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കുന്നത് ആർക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഈസ്റ്റ്, ഓപ്ഷൻ ബി ഈസ്റ്റ് ലൈക്ക്, ഓപ്ഷൻ സി മോൾഡ് ആൻഡ് ഓപ്ഷൻ ഡി ഡൈമോർഫിക് ഫംഗി. എന്തായാലും ഇതിൽ ഈസ്റ്റ് ലൈക്ക് ഒന്നും ഓപ്ഷൻസ് വരില്ല. കാരണം എന്താണ് ഹൈഫയുടെ കാര്യം തന്നെ പറഞ്ഞുള്ളത്. ഈസ്റ്റ് ഹൈഫയിൽ ട്രൂ ഹൈഫ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മോൾഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സിനോസൈറ്റിക് ഹൈഫ പ്രസന്റ് ആയിരിക്കുന്നത് ആരിലാണ്? മോൾഡിലാണ്. എന്ത് സിനോസൈറ്റിക് ഹൈഫ ഒക്കെ പ്രസന്റ് ആയിരിക്കുക. മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെപ്റ്റേറ്റ് ഹൈഫ ഒക്കെ പ്രസന്റ് ആയിരിക്കുക ആരിലാണ്? മോൾഡിലല്ലേ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ,
ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചു വിട്ട് പോകുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇൻ വിച്ച് ഫോം ഡു ഡൈമോർഫിക് ഫംഗൈ ടിപ്പിക്കലി എക്സിസ്റ്റ് ഇൻ എൻവിറോൺമെന്റ്? ഏത് ഫോമിലാണ് എൻവിറോൺമെന്റിൽ ഡൈമോർഫിക് ഫംഗൈ എക്സിസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഈസ്റ്റ് ഫോം, ഓപ്ഷൻ ബി മോൾഡ് ഫോം, ആൻഡ് ഓപ്ഷൻ സി സ്യൂഡോ ഹൈഫേ, ആൻഡ് ഓപ്ഷൻ ഡി ഹൈഫേ ഫോം. ഓക്കെ, ആൻഡ് എന്താണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി മോൾഡ് ഫോം. മോൾഡ് ഫോമിലല്ലേ എൻവിറോൺമെന്റിൽ പ്രസന്റ് ആയിരിക്കുക. ഈസ്റ്റ് ഫോം ആണെങ്കിൽ എന്താണ് അത് ഹ്യൂമൻ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചറിലൊക്കെയാണ് ഈസ്റ്റ് ഫോം ആയിട്ട് കാണപ്പെടുക. ഓക്കെ, അപ്പൊ ഡൈമോർഫിക് ഫംഗസ് എൻവിറോൺമെന്റിൽ മോൾഡ് ആയിട്ടല്ലേ കാണുക. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Which fungal group reproduced by an asexual process called budding? Asexual process വഴി എന്താണ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഓർഗാൻസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഈസ്റ്റ്, ഓപ്ഷൻ ബി ഈസ്റ്റ് ലൈക്ക്, ആൻഡ് ഓപ്ഷൻ സി മോൾഡ്, ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം ഈസ്റ്റ് ആണെങ്കിലും ഈസ്റ്റ് ലൈക്ക് ആണെങ്കിലും എന്താണ് അവിടെ ബഡ്ഡിങ് സംഭവിക്കുന്നുണ്ട്. സോ ദ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ് reproduced by the budding and the form of asexual reproduction were the cells from the protuberance that eventually separate from a parental cell. അതിന്റെ ആ ഒരു എന്താണ് ബഡ്ഡിങ് സെൽസിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ബഡ്ഡിങ് പ്രൊസീജിയറിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ലൈക്ക് ഓർഗാനിസംസ് ആണ് എന്ത് ബഡ്ഡിങ് ഫോം ചെയ്യുന്നത്. Okay, so option D is the right answer. Next question, which phylum of fungi produces asexual spores known as zygospores? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈഗോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈഗോമൈക്കോട്ട, ബെസിഡിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസിഡിയമൈക്കോട്ട, ആസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്കോമൈക്കോട്ട. So here it is, the options are phylum, option A phylum Ascomycota, option B phylum Basidiomycota, option C phylum Zygomycota, and option D phylum Deuteriomycota. സോ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? സൈഗോസ്പോർസ് ചോദിച്ചിട്ടുള്ളത്. സൈഗോസ്പോർസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ സി ഫൈലം സൈഗോമൈക്കോട്ട. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ആൻസർ ഈസ് ഫൈലം സൈഗോമൈക്കോട്ട. ഫൈലം സൈഗോമൈക്കോട്ടയാണ് സൈഗോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, fungi in which phylum produce sexual spores known as ascospores. Ascospores produce ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു എന്താണ് സൈഗോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈഗോമൈക്കോട്ട, ബെസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസിഡിയോമൈക്കോട്ട, ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്കോമൈക്കോട്ട. സോ ഹിയർ ഇറ്റ് ഈസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫൈലം ആസ്കോമൈക്കോട്ട. ആസ്കോമൈക്കോട്ടയാണെന്ന് ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Next question, which phylum of fungi produces sexual spores known as Basidiospores? Basidiospores ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ എന്താണ് ഓപ്ഷൻസ് നോക്കാം. ഫൈലം ആസ്കോമൈക്കോട്ട, ഫൈലം സൈഗോമൈക്കോട്ട, ഫൈലം ബെസിഡിയമൈക്കോട്ട, ആൻഡ് ഫൈലം ഡ്യൂട്ടിയോമൈക്കോട്ട. Here it is, the option is option C, ഫൈലം ബെസിഡിയമൈക്കോട്ട is the right answer. Okay. Next question, what is the another name of phylum Deuteriomycota? Phylum Deuteriomycotയുടെ another name, മറ്റൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫംഗൈ ഇംപെർഫെക്റ്റ്, ലോവർ ഫംഗൈ, ട്രൂ ഫംഗൈ, ആൻഡ് ബെസിഡിയമൈക്കോട്ട. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആസ്കോമൈക്കോട്ട, ആസ്കോമൈസിറ്റ്സ്, സൈഗോമൈക്കോട്ട ആണെങ്കിൽ സൈഗോസ്പോർസ് ആണെങ്കിൽ സൈഗോമൈസിറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് ആസ്കോസ്പോർസ് ആണെങ്കിൽ ആസ്കോമൈക്കോട്ട, ബെസിഡിയോസ്പോർസ് ആണെങ്കിൽ ബെസിഡിയമൈക്കോട്ട. അതുപോലെ ഡ്യൂട്ടിയോമൈക്കോട്ടയിൽ എന്താണ് ഡ്യൂട്ടിയോസ്പോർസ് എന്ന് പറഞ്ഞുള്ള സ്പോർസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് ഫൈലം ഡ്യൂട്ടിയോമൈക്കോട്ട എന്ന് പറയുന്നത് എന്താണ് ഫംഗൈ ഇംപെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു എപ്പോഴും വരുന്ന ഒരു കോൺട്രവേഴ്ഷ്യറി ഗ്രൂപ്പാണ് എന്ത് ഡ്യൂട്ടിയോമൈക്കോട്ട എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് നോൺ ആസ് ഫംഗൈ ഇംപെർഫെക്റ്റ്. സോ ഹിയർ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ഫംഗൈ ഇംപെർഫെക്റ്റ്. ഓക്കെ, അവിടെ എന്താണ് അവിടെ ഒരു ആബ്സൻസ് ഓഫ് അൺഐഡന്റിഫൈഡ് സെക്ഷൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്താണ് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്, ഫംഗൈ ഇംപെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫൈലം ഓഫ് ഫംഗൈ പ്രോസസ് അസെപ്റ്റേറ്റ് ഹൈഫേ? അസെപ്റ്റേറ്റ് ഹൈഫേ പ്രോസസ് ചെയ്യുന്ന ഏത് ഫംഗയിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫൈലം ആസ്കോമൈക്കോട്ട, ഓപ്ഷൻ ബി ഫൈലം സൈഗോമൈക്കോട്ട, ഫൈലം ബെസിഡിയമൈക്കോട്ട, ആൻഡ് ഫൈലം ഡ്യൂട്ടിയോമൈക്കോട്ട. നമുക്കറിയാം സൈഗോമൈസിസ് സ്പീഷീസ്, സൈഗോമൈസിസ് ഫൈലത്തിൽ വരുന്ന സൈഗോമൈക്കോട്ട ഫൈലത്തിൽ വരുന്ന സ്പീഷീസ് ആണ് സൈഗോമൈസിസ്. അതിൽ പെട്ടതാണല്ലോ മ്യൂക്കറൊക്കെ. അപ്പോൾ മ്യൂക്കറിന്റെ ഒക്കെ ഒരു പ്രത്യേകത, മ്യൂക്കർ റൈസോമസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ അസെപ്റ്റേറ്റ് ഹൈഫയാണ്. അവിടെ എന്താണ് അസെപ്റ്റേറ്റ് ഹൈഫയാണ്. അവിടെ എന്താണ് ട്രാൻസ്വേഴ്സ് വാളൊന്നുമില്ല. ഒരു ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്.
ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. റൈസോപ്പസ് ആണെങ്കിൽ ഇങ്ങനെ, ഇതിന്റെ സ്പൊറാഞ്ചിയം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സ്പൊറാഞ്ചിയം, അതിന്റെ സ്പൊറാഞ്ചിയോഫോർ, അതിന്റെ സെപ്റ്റേറ്റ് ഹൈഫെ, അതിന്റെ റൈസോയിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഇഫ് ഇറ്റ് ഈസ് മ്യൂക്കർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, മ്യൂക്കർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് റൈസോയിഡ് ആബ്സെന്റ് ആയിരിക്കും, റൈസോയിഡ് ആബ്സെന്റ് ആയിരിക്കും. ബാക്കി ഏകദേശം സിമിലർ തന്നെയാണ്. ഇവിടെ എന്താണ് പക്ഷെ അസെപ്റ്റേറ്റ് ഹൈഫിയാണ് വരുന്നത്. ഇവിടെ എന്താണ് ഒരു ട്രാൻസ്വേഴ്സ് വാളൊന്നും പ്രസന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് അസെപ്റ്റേറ്റ് ഹൈഫിയാണ്. ഇത്തരത്തിൽപ്പെട്ട സ്പീഷീസിനെ പറയുന്ന പേരാണ് സൈഗോമൈസിസ് എന്ന് പറയുന്നത്. അത് ഏതിലാണ്? ഫൈലം സൈഗോമൈക്കോട്ടയിലാണ് വരുന്നത്. സോ എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഫൈലം സൈഗോമൈക്കോട്ട ഇസ് ദ റൈറ്റ് ആൻസർ. ഫൈലം സൈഗോമൈക്കോട്ടയിലാണ് അസെപ്റ്റേറ്റ് ഹൈഫ വരുന്നത്. കാര്യം ഓർത്തു വെക്കുക. ഫംഗൈ ഇൻ ഫൈലം സൈഗോമൈക്കോട്ട പോസസ് അസെപ്റ്റേറ്റ് ഹൈഫ. ഓക്കെ, മനസ്സിലായല്ലോ. an example ആണ് മ്യൂക്കർ റൈസോപ്പസ് ഒക്കെ. Next question, which type of fungal infections involves the skin, hair, nails and mucosa? Skin, hair, nail, mucosa ഇൻഫെക്ട് ചെയ്യുന്ന ഫംഗൽ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? Option A, superficial mycosis. Option B, subcutaneous mycosis. Option C, systemic mycosis. And option D, opportunity mycosis. അങ്ങനെയാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ, ഹെയർ, നെയിൽ, മ്യൂക്കോസയൊക്കെ ഇൻഫെക്ട് ചെയ്യുന്നത്. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനെ ഇൻഫെക്ട് ചെയ്യുന്നതാണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ. സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ഓർഗൻസിനെ ഇൻഫെക്ട് ചെയ്യുന്നതാണ് സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടായി ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് ഇൻഫെക്ട് ചെയ്യുന്നതാണ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. So here the option A is the right answer. Superficial mycosis is the right answer. Superficial mycosis are fungal infections that are involved in the skin, hair, nails. Okay. What is the main characteristics of subcutaneous mycosis? Subcutaneous mycosis in the main characteristics ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. Option A, involvement of multiple organs. Option B, limited to tropics and subtropics. Option C, spread through inhalation of spores. And option D, inoculation from soil or decaying matters. ഓപ്ഷൻ എ പറഞ്ഞുള്ള ഇൻവോൾവ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ ഓർഗൻസ് ആണ്. ഓർഗൻസിനെ അത് എഫക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏതാണ്? സിസ്റ്റമിക് മൈക്കോസിസ് ആണ്. അപ്പോൾ ഇത് വരില്ല. പിന്നെ എന്താണ്? ലിമിറ്റഡ് ടു ട്രോപ്പിക്സ് ആൻഡ് സബ്ട്രോപ്പിക്സ്. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ലിമിറ്റഡ് ടു ട്രോപ്പിക്സ് ആൻഡ് സബ്ട്രോപ്പിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ട്രോപ്പിക്സ് ആൻഡ് സബ്ട്രോപ്പിക്സ് റീജിയനിൽ മാത്രമേ കാണുന്നുള്ളതാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. എന്താണ്? വേൾഡ് വൈഡ് ആയിട്ട് സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് കാണുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇൻ ട്രോപ്പിക്സ് ആൻഡ് സബ്ട്രോപ്പിക്സ് ആണ്. പക്ഷേ ലിമിറ്റഡ് എന്നുള്ള പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്താണ് അതൊരു ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. സ്പ്രെഡ് ത്രൂ ഇൻഹലേഷൻ ഓഫ് സ്പോർസ്. സ്പോർസ് ഇൻഹേൽ ചെയ്തിട്ടാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. മേജറായിട്ട് നമ്മൾ എന്താണ് സിസ്റ്റമിക് മൈക്കോസിന്റെ കേസിലാണത് ഇൻഹലേഷൻ ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അതും ഓപ്ഷൻ തെറ്റാണ്. പിന്നെ ഓപ്ഷൻ ഡി, ഇനോക്കുലേഷൻ ഫ്രം ദ സോയിൽ ഓർ ഡീക്കേയിങ് മാറ്റർ. സോയിൽ എന്ന് വയ്യാൽ ഡീക്കേയിങ് മാറ്റർ എന്ന് പറയുന്നത് ഇനോക്കുലേഷൻ വഴി അല്ലെ ആക്സിഡന്റൽ ട്രോമ വഴി എന്തെങ്കിലും എന്താണ് ആക്സിഡന്റൽ ഇഞ്ചുറി വഴിയൊക്കെ നമുക്ക് സോയിൽ എന്ന് വഴി അല്ലെങ്കിൽ മറ്റുള്ള ഡീക്കേയിങ് മാറ്റർ എന്നൊക്കെ നമുക്ക് ഇനോക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണത് subcutaneous mycosis in the mode of transmission എന്ന് പറയുന്നത്. That is the right option. So the answer is option D. ആക്സിഡന്റൽ ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ വഴിയാണ് സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് മെജോറിറ്റി ഓഫ് ദ സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസും കോസ് ചെയ്യപ്പെടുന്നത്. അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനോക്കുലേഷൻ ഫ്രം ദ സോയിൽ ഓർ ഡീക്കേയിങ് മാറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how do systemic mycosis typically spread within the body? എങ്ങനെയാണ് സിസ്റ്റമിക് മൈക്കോസിസ് നമ്മുടെ ബോഡിയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണ്? അതിന്റെ പത്തോജനിസിസ് ആണ്, അതിന്റെ മോഡ് ഓഫ് പത്തോജനിസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ത്രൂ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ഓപ്ഷൻ ബി, ബൈ ഇഞ്ചക്ഷൻ ഓഫ് ഫംഗൽ ടോക്സിൻസ്. ഓപ്ഷൻ സി, ബൈ ഇൻഹലേഷൻ ഓഫ് സ്പോർസ് ലീഡിംഗ് ടു പൾമണറി ഇൻഫെക്ഷൻസ്. ഓപ്ഷൻ ഡി, ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സിസ്റ്റമിക് മൈക്കോസിസ് മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? ഇൻഹലേഷൻ ഓഫ് സ്പോർസ് ആണ്. ഇൻഹലേഷൻ ഓഫ് സ്പോർസ് വഴിയാണ് മെജോറിറ്റി ഓഫ് ദ സിസ്റ്റമിക് മൈക്കോസിസും കോസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സ്പോർ ഇൻഹേൽ ചെയ്ത് നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലെത്തി ആദ്യം മെയിനായിട്ട് കോസ് ചെയ്യുന്നത് പൾമണറി ഇൻഫെക്ഷൻസ് ആണ്. എന്നിട്ടാണ് മറ്റുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഡിസമിനേറ്റ് ചെയ്തിട്ട് മറ്റുള്ള ഹെമറ്റോജനസ് സ്പ്രെഡ് ഒക്കെ വഴി മറ്റുള്ള ഓർഗൻസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നത്.
അപ്പോൾ അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻഹലേഷൻ ഓഫ് സ്പോർസ് ആണ്. ഫസ്റ്റ് വൺ പറഞ്ഞുള്ളത് ത്രൂ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. അത് മെയിനായിട്ട് വരുന്ന സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസിലൊക്കെയാണ് ഡയറക്റ്റ് കോൺടാക്ട് ഒക്കെ വഴി വരുന്നത്. പിന്നെ ഫംഗൽ ടോക്സിൻസ് വഴി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഫോർ മൈക്കോടോക്സിൻസ്. മൈക്കോടോക്സിക്കോസിന്റെ കേസിലാണ് മൈക്കോടോക്സിൻ ഇഞ്ചക്ഷൻ വഴി എന്തെങ്കിലും ഫംഗൽ ടോക്സിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്യുന്ന വഴി എന്താണ് അങ്ങനെ കോസ് ചെയ്യുന്ന മൈക്കോടോക്സിക്കോസിസ് ആണ്. പിന്നെ ബൈ ഇൻഹലേഷൻ ഓഫ് സ്പോർസ് അതാണ് നമ്മുടെ സിസ്റ്റമിക് മൈക്കോസിസ് വരുന്നത്. അതുപോലെ തന്നെ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ അതും ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബൈ ഇൻഹലേഷൻ ഓഫ് സ്പോർസ് ലീഡിങ് ടു ദ പൾമണറി ഇൻഫെക്ഷൻസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വെച്ചിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മൈക്കോസിസ് ഇസ് കോസ്ഡ് ബൈ ഫംഗൈ നോർമലി ഫൗണ്ട് ആസ് ഹ്യൂമൻ കമൻസസ് ഓർ ഇൻ ദ എൻവിറോൺമെന്റ്? ഏത് ടൈപ്പ് ഫംഗൈ ആണ് നോർമലി ഫൗണ്ട് ഇൻ ഹ്യൂമൻ കമൻസസ് ഓർ എൻവിറോൺമെന്റിലെ ഹ്യൂമൻ കമൻസിലായിട്ട് കാണുന്നത്? ഓപ്ഷൻ എ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്, ഓപ്ഷൻ ബി സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്, ഓപ്ഷൻ സി സിസ്റ്റമിക് മൈക്കോസിസ്, ഓപ്ഷൻ ഡി ഓപ്പർച്യൂണിറ്റി മൈക്കോസിസ്. നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അതിന്റെ ഇൻഫെക്ഷൻസിനെ അതിന്റെ ഇൻഫെക്ട് ചെയ്യുന്ന ഏരിയക്ക് അനുസരിച്ചിട്ടും അതിന്റെ നാച്ചുറൽ അനുസരിച്ചിട്ടൊക്കെയാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നോർമൽ കമൻസിലായിട്ട് പ്രസന്റ് ആയിരിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ അത് അപ്പോൾ ആക്ട് ചെയ്യുന്നതാണ് അത് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ലൈക്ക് എന്താണ് കാൻഡിഡ, അതുപോലെ തന്നെ ക്രിപ്റ്റോകോക്കസ് ഒക്കെ എന്താണ് ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആണ്. ഓൾറെഡി നമ്മുടെ കമൻസിലായിട്ടൊക്കെ കാണും. പക്ഷെ എന്താണ് എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ്. അവരെന്താണ് ഓൾറെഡി ഒരു ഹ്യൂമൻ കമൻസിലായിട്ട് അല്ലെങ്കിൽ എൻവിറോൺമെന്റിലൊക്കെ പ്രസന്റ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്ത് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വാട്ട് ആർ ദ മൈക്കോടോക്സിക്കോസിസ് കോസ്ഡ് ബൈ? മൈക്കോടോക്സിക്കോസിസ് എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? Direct injection of fungal toxin, inhalation of fungal spores, skin contact with the fungal pathogens and bite from the infected insects. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓക്കെയാണ്. ഫംഗൽ എങ്ങനെയാണ് മൈക്കോടോക്സിക്കോസിസ് എങ്ങനെയാണ്? ഇൻജക്റ്റിംഗ് എ ഫംഗൽ മൈക്കോടോക്സിൻ, ഒരു ഫംഗൽ ടോക്സിനെ നമ്മൾ എന്താണ് കഴിക്കുന്നത് വഴി, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വഴി, അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് എഡിബിൾ ഒരു ഫംഗസിനെ കഴിക്കുന്നത് വഴി, അങ്ങനെയൊക്കെയാണ് മൈക്കോടോക്സിക്കോസിസ് ഉണ്ടാകുന്നത്. മെയിനായിട്ട് നമ്മൾ മൈക്കോടോക്സിക്കോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈസിറ്റീസും അതുപോലെ തന്നെ മൈക്കോടോക്സിക്കോസിസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്കോടോക്സിൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അഫ്ലാടോക്സിന് ഒക്രാടോക്സിനൊക്കെ പോലെയുള്ള ഒരുപാട് മൈക്കോടോക്സിൻസിനെ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് വഴിയാണ് മൈക്കോടോക്സിക്കോസിസ് കോസ് ചെയ്യുന്നത്. സോ ദ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഡയറക്റ്റ് ഇൻജക്ഷൻ ഓഫ് ഫംഗൽ ടോക്സിൻസ്. മറ്റുള്ളതൊന്നും ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ വരുന്നതല്ല. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഡയറക്റ്റ് ഇൻജക്ഷൻ ഓഫ് ഫംഗൽ ടോക്സിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ജനറൽ ഫസ്റ്റ് പാർട്ടിൽ, ജനറൽ ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും പോരാ, ഇനിയും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യണം. അത് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള, കാരണം പല എക്സാമുകൾക്ക് ഈ ഒരു ജനറൽ പാർട്ടിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻസ് വരരുത്. മെയിനായിട്ട് ഈ മൈസീലിയത്തിന്റെ കേസിലാണ് സെപ്റ്റേറ്റ് ഹൈഫ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ഇനിയും ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കണ്ടെത്തിയിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരിക. എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കുക. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ തിയറി ക്ലാസ്സിന്റെ ഭാഗത്ത്. നിങ്ങൾ ഒന്നുകൂടെ എന്താണ് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റാങ്ക് ബൂസ്റ്റർ ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.